So we will continue the discussion on arc welding. ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? നമ്മള് the earlier class we have discussed about what is arc welding. ഞാൻ അതിന്റെ ഫിഗർ വരയ്ക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ ചെയ്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന്റെ പ്രോസസ്സ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അതിനകത്ത് പിന്നെ ഇലക്ട്രോഡ് ഉണ്ട്, കൺസ്യൂമബിൾ ആൻഡ് നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സ് ഉണ്ട്, ഫ്ലക്സ് ഉണ്ട്, ഷീൽഡ് മെറ്റലുണ്ട്. അത് അതിന്റെ പിന്നെ ഓരോ എക്സ്പ്ലനേഷൻസും അതിനകത്ത് പറയണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമുക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെൽഡിംഗ് കറന്റ്സ്? അത് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒരു പക്ഷേ കുറച്ചും കൂടി ഡീപ്പായിട്ട് സബ്ജക്റ്റ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് കാണത്തുള്ളായിരിക്കും. എന്തായാലും നമ്മളത് പിന്നെ മനസ്സിലാക്കിയിരിക്കണം. അതിനകത്ത് നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്, വാട്ട് ഈസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെൽഡിംഗ് കറന്റ്സ് എന്ന് പറയണം. എന്നിട്ട് ഓരോ വെൽഡിംഗ് കറണ്ടിന്റെയും അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വെൽഡിംഗ് കറണ്ട് സിസ്റ്റം വേർ വി ആർ യൂസിങ്. ഇതായിരിക്കണം നമ്മളുടെ പിന്നെ ആൻസർ ചെയ്യുന്ന പോയിന്റ് ഇങ്ങനെ ആയിരിക്കണം. മനസ്സിലായി? വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെൽഡിംഗ് കറണ്ട്സ് എന്ന് വെച്ചാൽ വെൽഡിംഗ് കറണ്ട് എന്തെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, ഓരോ ടൈപ്പ് വെൽഡിംഗ് കറണ്ടും ഏതിവിടെ യൂസ് ചെയ്യുന്നത്, അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ് അല്ലെങ്കിൽ അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു വെക്കണം. ഇത്രയും പറഞ്ഞു വെച്ചാൽ അതിന് ആൻസർ ആയി. ടൈപ്പ് ഓഫ് വെൽഡിംഗ്, the three different types of current used for welding are alternating current AC, direct current electrode negative DCEN, direct current electrode negative, and direct current electrode positive. The DCEN DCP have replaced the former terms direct current straight polarity and direct current reverse polarity. ഇത് നേരത്തെ DCSP എന്നും DCRP എന്നും ആയിരുന്നു പറയുന്നത്. ഇപ്പം നമ്മൾ അതിനെ DCEN ഉം ഡയറക്ട് കറണ്ട് ഇലക്ട്രോഡ് നെഗറ്റീവ്, ഡയറക്ട് കറണ്ട് ഇലക്ട്രോഡ് പോസിറ്റീവ് എന്നാണ് പറയുന്നത്. അന്നേരം നമ്മൾ പിന്നെ നമുക്കറിയാം അവിടെ ഒരു പവർ സോഴ്സ് വേണം. ആ പവർ സോഴ്സ് വഴി നമ്മൾ കറണ്ടാണ് കൊടുക്കുന്നത്. കറണ്ട് കൊടുത്ത് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്ത് the help of the current we are producing the arc, and while producing the arc high temperature hotness നമ്മൾ അവിടെ കിട്ടും, ഹൈ ടെമ്പറേച്ചർ കിട്ടും. ആ ഹൈ ടെമ്പറേച്ചർ ഈസ് വി ആർ യൂട്ടിലൈസിങ് ഫോർ ജോയിനിങ് ദി മെറ്റൽ പീസസ് ടു ഫ്യൂസിങ് ദി പീസസ് ടുഗദർ. അതാണല്ലോ നമ്മുടെ പ്രോസസ്സ്. അന്നേരം ഇനി DCEN ഡയറക്ട് കറണ്ട് ഇലക്ട്രോഡ് നെഗറ്റീവും DCEP ഡയറക്ട് കറണ്ട് ഇലക്ട്രോഡ് പോസിറ്റീവ്, എന്താണ് അതിന്റെ ഡിഫറൻസ് എന്ന് പറയാം. In direct current electrode negative, the electrode is negative. ഉണ്ടോ? ഒരു സെന്റൻസ് അങ്ങനെ തന്നെ എഴുതാം, the electrode is negative and the work is positive. ഇലക്ട്രോഡ് നെഗറ്റീവ് ആണെങ്കിൽ വർക്ക് പോസിറ്റീവ് ആവുമായി. അതായത് നമുക്ക് അത് എഴുതുന്നതിനൊന്നും ഒരു കാര്യമില്ല. ഡയറക്ട് കറണ്ട് ഇലക്ട്രോഡ് നെഗറ്റീവ് എന്ന് DCEN എന്ന് എഴുതിയാൽ the electrode is negative while the work is positive. അതൊരു സെന്റൻസ് ആയി. The electrons are leaving the electrode and traveling across the arc to the surface of the metal being welded. Leaving the electrode, ഇവിടെ എന്താ ഇലക്ട്രോഡ് നെഗറ്റീവ്, leaving the electrode and traveling across the metal surface to the surface of the metal being welded. This results in approximately 1/3 of the welding heat on the electrode and 2/3 of the metal being welded. ഇത് നിങ്ങൾ നോക്കേ, ഇലക്ട്രോഡ് നെഗറ്റീവ്, ഇലക്ട്രോഡ് DCEN ഡയറക്ട് കറണ്ട് ഇലക്ട്രോഡ് നെഗറ്റീവ്. അന്നേരം നമുക്ക് ഉടനെ എഴുതാം electrode is negative while the work is positive. The electrons are leaving leaving the electrode in the leaving and travel across the workpiece. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാം. മനസ്സിലായി? ഇനി DCEN എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുക. Consequently, DCSP results in deep penetrating narrow welds but with a higher workpiece heat input.
ഇനി DCN building current produces, DCN പ്രത്യേകത എന്താണ്? DCN building current produces high electrode melting rate. DCN building current produces high electrode melting rate. ഇനി DCP എന്താന്ന് പറയാം? In direct current, electrode positive. Direct current, electrode positive. Electrode is positive and the work is negative. The electrons are leaving the surface of the metal, being welded and traveling across to the arc to the electrode. അന്നേരം ഇവിടെ നെഗറ്റീവ് ഏതാ? വർക്ക് പീസ് നെഗറ്റീവ്. അന്നേരം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ വർക്ക് പീസ് നെഗറ്റീവ് ആണ്. അന്നേരം നമുക്ക് നെഗറ്റീവിന്റെ അവിടെ നിന്ന് ഇലക്ട്രോൺ ട്രാവൽ ചെയ്യും. അതൊരു ആ സെന്റൻസ് എഴുതാം. ദ ഇലക്ട്രോൺസ് ആർ ട്രാവലിംഗ് the surface of the metal being welded and traveling across the arc to the electrode. മറ്റൊരു നന്നായി തിരിച്ചായിരുന്നു. This results in approximately 2/3 of the welding heat on the electrode and 1/3 of the metal being welded. In DCRP, on the other hand, the heating effect on the electrons is on tungsten electrode rather than on the workpiece. Consequently, larger water-cooled electrode holders are required. Shallow welds are produced. That's DCRP പിന്നെ ഇതെന്താന്ന് പറയാ. And workpiece heat input can be kept low. The operating mode is good for welding thin sections or heat sensitive metals and alloys. ഇത്രയും സെന്റൻസ് കൂടെ നമ്മൾ അതിനകത്ത് എഴുതണം. ഇനി DCSP, ഡയറക്ട് കറന്റ് സ്ട്രൈറ്റ് പൊളാരിറ്റി മോഡ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നേരത്തെ DCSPയും DCRP റിവേഴ്സ് പൊളാരിറ്റി ആണ് നേരത്തെ ഉണ്ടായിരുന്നത്. അതിപ്പം റീപ്ലേസ് ചെയ്താണ് ചെയ്തത്. DCSP മോഡ് ഈസ് മച്ച് മോർ കോമൺ വിത്ത് നോൺ കൺസ്യൂമർ ഇലക്ട്രോഡ്സ് ആൻഡ് പ്രോസസ് ദാൻ ദ DCRP മോഡ്. ഇവിടെ DCRPയുടെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇത് ഡയറക്ട് കറന്റ് പറഞ്ഞു, DCRP അവർ പറഞ്ഞിട്ടുണ്ട്. In DCRP, direct current reverse polarity. On the other hand, the heating effect of the electrons on the tungsten electrode rather than on the workpiece. DCSP mode is much more common with non-consumable electrode and are processed than the DCRP mode. In alternating current, in alternating current, the electrons change direction every 1 to 120 of a second, so that the electrode and work can alternate from anode to cathode. ഇത് അതിൻ്റെ ഫിഗർ 3.8 പിന്നെ എന്തുവാന്ന് കാണിക്കാം. ഈ ഫിഗർ in the positive sides of an electrode arc is called the anode and the negative side is called the cathode. The rapid reversal of the current flows causes the welding heat to even അത് ഏതാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ഇങ്ങനെ ഇവിടെ ഇതിനകത്ത് ഈ പിക്ചറിനകത്ത് ഇലക്ട്രൺ ഇലക്ട്രോഡ് കറണ്ട് കപ്പാസിറ്റി DCSP എന്താന്ന് പറയുക, DCRP എന്താന്ന് പറഞ്ഞേക്കുന്നു, AC എന്താന്ന് പറഞ്ഞേക്കുന്നു. ഓക്കെ, അന്നേരം അതാണ് കറണ്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അന്നേരം നമ്മൾ ഇവിടെ ഈ കറണ്ടിന്റെ കാര്യത്തിൽ നമ്മൾ എഴുതേണ്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ DCN എന്തെന്ന് എഴുതണം, DCP എന്ത് എഴുതണം, DCSP എന്ന് പറഞ്ഞാൽ ഡയറക്ട് കറണ്ട് സ്ട്രൈറ്റ് പൊളാരിറ്റി. ഇനി DCRP ഡയറക്ട് കറണ്ട് റിവേഴ്സ് പൊളാരിറ്റി. അന്നേരം DCSPയും DCRPയും എന്താണെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്, അത് എഴുതണം. AC കറണ്ട് എന്താണെന്നും കൂടെ എഴുതണം. AC കറണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും the positive side of electrode arc is called the anode and the negative side is called the cathode. The rapid reversal of positive and negative when the current flow causes the welding heat to be evenly distributed on both the work and the electrode. അതാണ് ഇവിടെ സംഭവിക്കുന്ന ആൾട്ടർനേറ്റീവ് കറണ്ട്. ഓക്കെ, അതായി. ഇനി ട്രാൻസ്ഫോമർ വെച്ചിട്ട് നമുക്ക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം. അതിനകത്ത് അത് നോക്കിയാൽ മതി. ഇനി ആർക്ക് വെൽഡിംഗ് പ്രോസസ് കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സ്. ഇതിങ്ങനെ തന്നെ പഠിക്കണം. അന്നേരം ഇതിങ്ങനെ തന്നെ പഠിക്കുകയും ഇത് ഇങ്ങനെ തന്നെ പ്രോസസ്സായിട്ട് ചോദിക്കുകയും ചെയ്യും. അതിന്റെ നേരത്തെ ഇതെന്താ പറയുന്നത്? ആർക്ക് വെൽഡിംഗ് പ്രോസസ് കൺസ്യൂമർ ഇലക്ട്രോഡ്സ്. ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്, ഷീൽഡഡ് SMAW. ചിലപ്പം ഇങ്ങനെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ നീറ്റ് ഫിഗർ എക്സ്പ്ലെയിൻ SMAW എന്ന് തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. SMAW എന്ന് പറയുന്നത് AW എന്ന് പറഞ്ഞാൽ ആർക്ക് വെൽഡിംഗ്, SM എന്ന് പറഞ്ഞാൽ ഷീൽഡഡ് മെറ്റൽ. Shielded metal arc welding is an arc welding process that uses a consumable electrode consisting of a filler metal
and road coated with chemicals that provide flux and shielding. The SMAW എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ straight away you draw the figure, electrode, consumable electrode coating, slag ഉണ്ടാവും, protective gas from electrode coating. Protective gas എന്തിനാന്നൊക്കെ നമുക്കറിയാം, സ്ലാഗ് എന്തിനാന്ന് നമുക്കറിയാം, ഫ്ലക്സ് എന്തിനാന്ന് നമുക്കറിയാം. അന്നേരം ഇതിന് പറയുന്നത് എന്താണ്? ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്. ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ് എന്ന് പറഞ്ഞാൽ ഈ ഫിഗർ വരയ്ക്കണം, and you explain the process. Is an arc welding process that uses a consumable electrode consisting of a filler metal rod coated with chemicals that provide flux and shielding. The welding stick is sometimes called stick welding. അങ്ങനെ പറയാമോ? SMAW is sometimes called stick welding. ചിലപ്പോൾ ഇന്റർവ്യൂവിനൊക്കെ ചിലപ്പോൾ നമ്മൾ ചോദിക്കും വാട്ട് ഈസ് സ്റ്റിക്ക് വെൽഡിങ്, മനസ്സിലായി? സ്റ്റിക്ക് വെൽഡിങ് എന്ന് പറഞ്ഞാൽ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ് തന്നെ, ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ് തന്നെ. Is typically 225-450 mm long and 2.5 to 95 mm diameter. The filler metal used in the rod must be compatible with the metal to be welded. The filler metal used in the rod must be compatible to the metal to be welded. The composition usually being close to that of the base metal. The filler metal rod must be compatible with the metal to be welded, and the composition is very close to that of the metal being welded, that of the base metal. The coating consists of powdered cellulose, that is cotton and wooden powders mixed with oxides, carbonates and other ingredients held together by a silicate binder. That coating എന്താണ് പറയുക? Coating is cellulose mixed with oxides, carbonates and other ingredients held together by a silicate binder. Metal powders are sometimes included in the coating to increase the amount of filler metal and to add alloying elements. The heat of the welding process melts the coating to provide a protective atmosphere and slag for the welding operation. It also helps to stabilize the arc and regulate the rate at which the electrode melts. Okay. The heat of the welding process melts the coating to provide a protective atmosphere, oxidation തടയാനായിട്ട്, and slag for the welding operation. It also helps to stabilize the arc and regulate the rate at which the electrode melts. ഞാൻ ഇതിൻ്റെ കൂടെ വായിക്കുന്നത് നിങ്ങൾ എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും ചെവിയിൽ എന്തെങ്കിലും ഒന്ന് കയറാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലായി? SMAW എന്തെന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതണം, ഫിഗർ വരയ്ക്കണം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതണം. ഈ ഫിഗർ വരച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പകുതി ജോലി കഴിഞ്ഞു. ഇപ്പോൾ 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഡ്രോ ദ ഫിഗർ. അന്നേരം ഫിഗർ വരച്ചിട്ട് ഫിഗർ മാത്രം വരച്ചു വെച്ചിട്ട് അങ്ങ് പോകരുത്, മനസ്സിലായി? നമ്മൾ എങ്ങനെയാണ്ട് ഒരു ഫിഗർ അങ്ങ് ഒപ്പിച്ച് വെച്ച് പിന്നെ അങ്ങനെ അങ്ങ് കളഞ്ഞിട്ട് പോകരുത്. ആ ഫിഗർ അവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് എഴുതാം, മനസ്സിലായി? എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എഴുതാൻ പറ്റും. അത് എഴുതണം. അതിന് എത്ര പിന്നെ ലാംഗ്വേജ് എന്ന് പറയുന്നത്, ഞാനതാ പറഞ്ഞ ലാംഗ്വേജ് നമ്മുടെ എഞ്ചിനീയറിംഗിൽ ലാംഗ്വേജിന്റെ കാര്യം നമ്മൾ പ്രോപ്പറായിട്ടുള്ള വേർഡ് എടുക്കുക, പ്രോപ്പറായിട്ടുള്ള വേർഡ് പഠിച്ചു വെക്കുക, ആ വേർഡിനെ ജോയിൻ ചെയ്യിപ്പിക്കുക. അന്നേരം ഇച്ചിരി ഗ്രാമറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലൊന്നും യാതൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ആ പ്രോസസ്സ് എന്താണെന്ന് നിങ്ങൾ കൺവേ ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് പിന്നെ ഈ ഇംഗ്ലീഷിലെ ലിറ്ററേച്ചറിന്റെ ലാംഗ്വേജിന്റെ ചെക്കിങ് ഒന്നുമല്ല, MA ലിറ്ററേച്ചർ ഒന്നും അല്ല നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നത് പിന്നെ എഞ്ചിനീയറിംഗ് ആണ്. ടെക്നോളജി എന്താണെന്ന് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതാന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ നിങ്ങളൊരു എഞ്ചിനീയറാണ്, സോ നിങ്ങൾക്ക് ടെക്നോളജി എന്താണെന്ന് അറിയാം. ആ ടെക്നോളജി യു ആർ ടീച്ചിങ് ടു സമ്മൺ. അങ്ങനെ നമ്മുടെ രാജ്യത്ത് കൂടുതൽ ആൾക്കാർ ടെക്നോളജി സ്വായത്തമാക്കുന്നു, മനസ്സിലായി? അങ്ങനെ രാജ്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു. നമ്മൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പം പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിനെ നമ്മുടെ നാട്ടില് ആ സിസ്റ്റം വരും.
അപ്പൊ ഇയാൾക്ക് മലയാളത്തിൽ എഴുതണമെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ എഴുതാം. ഇപ്പം പിന്നെ AICT ഇത് മൊത്തം മലയാളത്തിലോട്ട് മലയാളീകരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാല് പിന്നെ റീജിയണൽ ലാംഗ്വേജ് അല്ലേ, മലയാളം മാത്രമല്ല ഏത് റീജിയണൽ ലാംഗ്വേജിലായാലും യു ഹാവ് ടു സ്റ്റഡി ദ തിങ്സ് ആൻഡ് യു ഹാവ് ടു ലേൺ ദ ടെക്നോളജി എന്നുള്ളതാണ്. അതിന് ലാംഗ്വേജ് ഈസ് നോട്ട് എ ബാരിയർ. അങ്ങനെ ബാരിയർ അല്ലാത്തതുകൊണ്ട്, അങ്ങനെ ബാരിയർ ആക്കാത്തതുകൊണ്ടാണ് അത് നമ്മൾ എവിടെ നിന്ന് പഠിക്കുക, ചൈനയിൽ നിന്ന് പഠിക്കുക. ചൈനയിൽ നിങ്ങൾ ലേറ്റർ ഓൺ ഇഫ് യു ആർ ഗോയിങ് ടു വർക്ക്, നിങ്ങൾ പുറത്തൊക്കെ പോയി വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ പ്രദേശത്തു നിന്ന് വരുമ്പോൾ ബെയ്ജിങ്ങിൽ നിന്ന് വരുന്ന ആൾക്കാർ നല്ലോണം ഇംഗ്ലീഷ് സംസാരിക്കും, മനസ്സിലായി. ഇന്ത്യക്കാരൊക്കെ നല്ലോണം ഇംഗ്ലീഷ് സംസാരിക്കും. അതേസമയം അവിടുത്തെ പിന്നെ കുറച്ചും കൂടെ ഉള്ളിലേക്കുള്ള ഒരുപാട് സിറ്റീസ് ഉണ്ടല്ലോ, അതൊരു ഉള്ളിലുള്ള സിറ്റീസിൽ നിന്നൊക്കെ വരുന്നവര് ദേ ആർ വെരി ഡിഫിക്കൽട്ട് ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് പക്ഷെ അവർക്ക് ടെക്നോളജി അറിയാം. ഒരു ടെക്നോളജി എങ്ങനെ പഠിച്ചത്? അവർ റീജിയണൽ ലാംഗ്വേജിലാണ് പഠിച്ചത്. റീജിയണൽ ലാംഗ്വേജ് ടെക്നോളജി പഠിച്ചുകൊണ്ടാണ് ഏത് സാധനം അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്, മനസ്സിലായി. ദ ഹോൾ കൺട്രി ഈസ് കേപ്പബിൾ. ഇപ്പൊ നമ്മൾ നോക്കി US പല കാര്യങ്ങളും പറയുമ്പോൾ ചൈനയ്ക്ക് ഒരു അനക്കവും ഇല്ലല്ലോ, മനസ്സിലായി. കാര്യം എന്ന് വെച്ചാൽ US പിന്നെ പലതും ഇമ്പോസ് ചെയ്താല് ചൈനയ്ക്കും തിരിച്ച് ഇമ്പോസ് ചെയ്യാൻ പറ്റും. ചൈന അങ്ങനെ ഒന്നും കുലുങ്ങുന്ന രാജ്യമല്ല, മനസ്സിലായി. കാര്യം എന്ന് വെച്ചാൽ അതിന്റെ കയ്യിൽ ടെക്നോളജി ഇരിക്കുക, അങ്ങനെ ഒരു വർക്ക് ഫോഴ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കാലത്താണ് അതായത് റീജിയണൽ ലാംഗ്വേജ്. പിന്നെ ഇതിന്റെ ഓപ്പറേഷൻ എന്താ പറയുക, ഡ്യൂറിംഗ് ദ ഓപ്പറേഷൻ ദ ബെയർ മെറ്റൽ എൻഡ് ഓഫ് ദ വർക്ക് സ്റ്റിക്ക് ഈസ് ക്ലാംപ്ഡ്. അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഷീറൽ മെറ്റൽ ആർക്ക് welding is usually performed manually. Common applications include, okay, the common applications include, we are very familiar: construction, pipelines, machinery structures, shipbuilding, fabrication of jobs, and repair work. ഇതെല്ലാം ഷീറൽ മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്ന് പറഞ്ഞൊരു എഞ്ചിനീയർ പിന്നെ അറിഞ്ഞിരിക്കേണ്ടുന്ന ടൈപ്പ് വെൽഡിംഗ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അതുകൊണ്ടാണ് ഞാനിതൊരു ക്വസ്റ്റ്യൻ, ഒരുവിധം ഒരു ക്വസ്റ്റ്യൻ സെറ്റർ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയത്, മനസ്സിലായി. ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ഇസ് യൂഷ്വലി പെർഫോം മാനുവലി. കോമൺ ആപ്ലിക്കേഷൻസ് ഇൻക്ലൂഡ് കൺസ്ട്രക്ഷനിൽ നമ്മൾ ഉപയോഗിക്കും, പൈപ്പ് ലൈൻ ഫാബ്രിക്കേഷനിൽ നമ്മൾ ഉപയോഗിക്കും, മെഷീനറി സ്ട്രക്ചേഴ്സിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ഷിപ്പ് ബിൽഡിങ്ങിൽ. ഞാൻ പറഞ്ഞു വെൽഡിംഗ്, ഞാൻ ആദ്യത്തെ ക്ലാസ് വെൽഡിംഗ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വെൽഡിംഗ് വെരി കോമൺലി യൂസ്ഡ് ഇൻ ഷിപ്പ് ബിൽഡിംഗ്, മനസ്സിലായി. അന്നേരം അത് പിന്നെ ഓൾ ദ ഫാബ്രിക്കേഷൻ ജോബ്സ് ആൻഡ് റിപ്പയർ വർക്ക്. It is preferred over oxy-fuel welding for thicker sections above 5 mm because of its higher power density. The equipment is portable and low cost making. അതുകൊണ്ട് ഇതിന്റെ അഡ്വാൻറ്റേജ് നോക്കെ, the equipment is portable and low cost, making SMAW highly versatile and probably the mostly widely used of the arc welding process. ഞാൻ അതാ പറഞ്ഞത്, ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്ററിന് ചോദിക്കേണ്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആയത്, മനസ്സിലായി. നമ്മൾ വെൽഡിംഗ് പഠിക്കുമ്പോൾ പിന്നെ നമ്മൾ ചോദിക്കേണ്ടുന്ന ഒരു ക്വസ്റ്റ്യൻ. എക്വിപ്മെന്റ് ഇസ് പോർട്ടബിൾ ആൻഡ് ഇറ്റ് ഇസ് ഹൈലി വെർസറ്റൈൽ ആൻഡ് പ്രോബബ്ലി ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആർക്ക് വെൽഡിംഗ് പ്രോസസ്, മനസ്സിലായി. അതാണ് ഇതിന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, ഏതിനും ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, മനസ്സിലായി. ഏത് സാധനത്തിനും ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഏത് കാര്യങ്ങൾ പറയുമ്പോഴും നമുക്കിപ്പോ എല്ലാവർക്കും പിന്നെ നമുക്ക് പ്ലസും മൈനസും ഇല്ല, ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. Sheeted metal arc welding as a production operation is the use of the consumable stick. As the sticks are used up, they must be periodically changed. അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. This reduces the arc time with this welding process. Okay, another limitation is the current level that can be used because the electrode length varies during the operation and this length affects the resistance of heating of the electrode. Current levels must be maintained within a safe range or the coating will overheat and melt permanently when starting a new welding stick. ഇത് നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ ഇത് വെൽഡ് ചെയ്തപ്പോഴും ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതാണ്. എന്ന് പറഞ്ഞാൽ ഈ റോഡിന്റെ നീളം കുറഞ്ഞു പോകുന്നതിനനുസരിച്ച് കറണ്ട് ലെവലിനകത്തുള്ള സാധനം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കും. അന്നേരം ഇതാണ് SMAW എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ തന്നെ കുറച്ചും കൂടെ അടുത്ത സാധനമാണ്
നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവില് നമ്മൾ മിഗും ടിഗും അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒന്നിൽ മെറ്റൽ ആർക്ക് വെൽഡിങ് ചോദിക്കണം, SMA-W ചോദിക്കണം, SMA-W നേരം പറഞ്ഞാൽ ചോദിക്കണം, അല്ലെങ്കിൽ മിഗ് അല്ലെങ്കിൽ ടിഗ്. ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്തായാലും, മനസ്സിലായി. അതിനകത്ത് എന്തായാലും 8 മാർക്ക് നമുക്ക് കിട്ടും. അതുപോലെ ഇനി മിഗും ടിഗും നമുക്ക് പിന്നെ അതുവരെ ഞാൻ ഇപ്പൊ പറഞ്ഞിടം വരെ ഉള്ള കാര്യങ്ങൾ നോട്ട്സ് ആയിട്ട് എഴുതി ഞാൻ തിങ്കളാഴ്ച ചോദിക്കും, നോട്ട്സ് കാണിക്കാം. ഇപ്പം ക്ലാസ് തുടങ്ങുന്ന വിചാരിച്ച 17 അന്നൊന്നും ക്ലാസ് തുടങ്ങാൻ സാധ്യതയില്ല. അതുകൊണ്ട് നിങ്ങളിത് എഴുതി കാണിക്കണം. എഴുതി നോട്ട്ബുക്ക് ഞാനത് ചോദിക്കും. ഒരു നോട്ട്ബുക്കിന്റെ കയ്യിലുണ്ടോ? ഹലോ, കേക്കാവോ? നിങ്ങൾ പോയപ്പോ നോട്ട്ബുക്ക് ഒക്കെ കൊണ്ടുവന്ന് പോയാൽ എല്ലാ റൂമിൽ കളഞ്ഞിട്ട് പോയിരിക്കുകയാണോ? പറഞ്ഞോ. ഏകദേശം എടുത്തിട്ടുണ്ട്. നമ്മളെ സബ്ജക്ട്സിന്റെ എടുത്തിട്ടുണ്ട്. അന്നേരം ഇതിന്റെ നമ്മുടെ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സബ്ജക്റ്റ് ആണല്ലോ. അന്നേരം ഇത് എടുത്തിട്ടുണ്ടോ? എല്ലാവരുടെ കയ്യിലൊക്കെ ഉണ്ടോ? അല്ലെ പോയ പോക്കിൽ അങ്ങ് പോയേക്കാന്നോ? അത് പിന്നെ എനിക്ക് അതിനകത്ത് ഓർമ്മ വരുന്ന കാര്യം എന്താ വെച്ചാല്, നമ്മള് കൊറോണയ്ക്ക് അടയ്ക്കുമ്പം ഈ കോളേജ് ഇങ്ങനെ ആയിരുന്നു. എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. എനിക്ക് കൊറോണയ്ക്ക് അടയ്ക്കുമ്പം എങ്ങനെയാന്ന് വെച്ചാല്, അതിന്റെ തൊട്ട് തലേ ദിവസം, അടയ്ക്കുന്നതിന്റെ തലേ ദിവസം, ഏകദേശം ഇതേ ദിവസങ്ങളാണ്. പിന്നെ അടയ്ക്കുന്നതിന്റെ തലേ ദിവസം ഇവിടെ പിന്നെ ഹെസ്റ്റി ആയിരുന്നു. ഹെസ്റ്റിയക്ക് ഞാൻ അത്രയും കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ, അന്ന് ഒരു സംഘർഷം ഉണ്ടായപ്പോൾ എറി നടന്നപ്പോൾ ഞാനും പോയി എൻ്റെ ഇടയിൽ പോയി കയറി പിള്ളേരെ വിളിച്ച് മാറ്റാനായിട്ട്. അന്നേരം എനിക്ക് എറിയുണ്ടോ അങ്ങനെ എൻ്റെ പല്ലൊക്കെ പോയിരുന്നു ആ സമയത്ത്. അന്നേരം അതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഈ കൊറോണ എന്തോന്നും നമുക്ക് ആർക്കും അറിഞ്ഞൂടാല്ലോ. അന്നേരം കോളേജ് വെക്കേറ്റ് ചെയ്യണം, പിന്നെ എന്തോ കുഴപ്പമുണ്ട് എന്നും പറഞ്ഞ് ആരോഗ്യവകുപ്പുകാരെല്ലാവരും വന്നു കോളേജിലെ സ്റ്റുഡൻസിനെ അടുത്ത് വെക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു. അന്നേരം നമ്മൾ ഈ വെക്കേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്തുവാ, 2 ദിവസം കഴിയുമ്പോൾ തുറക്കുമായിരിക്കും എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ വെക്കേറ്റ് ചെയ്യുന്നത്. അന്നേരം ഉടനെ തന്നെ അടുത്ത ദിവസം തന്നെ എല്ലാവരും പോകണം എന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഭയങ്കര സ്ട്രിക്റ്റും ഒക്കെ ആയിട്ട് നിൽക്കുന്നു. പിന്നെ ഉടനെ ബസ്സെല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാ കുട്ടികളെയും നമ്മൾ ക്യാമ്പസിൽ നിന്ന് പിന്നെ ഹോസ്റ്റലിൽ നിന്ന് പറഞ്ഞു വിട്ടു. ഇത് ST നടക്കുന്നതിന്റെ ഏറ്റവും അടുത്ത ദിവസം. അന്നേരം പോകുമ്പോൾ കുട്ടികളും കരുതിയത് ഇത് പോയിട്ട് ഇനി വരാം, 2 ആഴ്ച കഴിഞ്ഞ് നമ്മൾ ഇനി തിരിച്ചു വരും. അതുകൊണ്ട് ഇവിടെ ഏത് രീതിയിലാണ് റൂമൊക്കെ വെച്ചിരുന്നത് ആ രീതിയിൽ ആൾക്കാരെല്ലാം വെച്ചിട്ട് പിന്നെ കിട്ടിയ ഉടുപ്പൊക്കെ എടുത്തിട്ട് ആൾക്കാരങ്ങ് പോയി. പക്ഷെ പിന്നെ തുറക്കാൻ പറ്റി, മനസ്സിലായി. പിന്നെ കോളേജ് തുറന്നത് മാസങ്ങൾക്ക് ശേഷം, എന്ന് പറഞ്ഞാല് 8-10 മാസങ്ങൾക്ക് ശേഷമാണ് പിന്നെ കോളേജ് തുറക്കാൻ പറ്റും. ഇവിടെ എല്ലാം കിടന്ന് ചെതലരിച്ചു, ഉടുപ്പുകളൊക്കെ ഉൾപ്പെടെ എല്ലാം ചെതലരിച്ചു പോയി. അതാണ് അങ്ങനെ ഒരു പിന്നെ സിറ്റുവേഷൻ ഒന്നും ഉണ്ടാവില്ല കാര്യം ഇപ്പൊ ഇല്ല. അന്നേരം ഞാൻ പറഞ്ഞു തരാം, ചിലപ്പോൾ പോകുമ്പോൾ ആൾക്കാര് സാധനം എല്ലാം കളഞ്ഞിട്ട് അങ്ങ് പോകും, പഠിത്തമൊക്കെ പിന്നെ എന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു ഈ നോട്ട്ബുക്ക് ഒക്കെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചതിന്റെ ഒരു കാര്യം അതാണ്. അന്നേരം ഇത് ഇനി ഒരു പക്ഷേ നോട്ട്ബുക്ക് ഇല്ലെങ്കിൽ പേപ്പർ വാങ്ങിക്കാൻ കിട്ടും. പേപ്പർ വാങ്ങിച്ച് പിന്നെ മെറ്റീരിയൽ എല്ലാം കയ്യിലുണ്ട്. ഇത് എഴുതണം. ഞാൻ ആദ്യത്തെ ക്ലാസ്സിലുള്ള കാര്യങ്ങൾ തൊട്ട് ഓർമ്മിപ്പിക്കുക. ഫസ്റ്റ് ക്ലാസ്സിൽ വെൽഡിങ് എന്തോന്ന് പറഞ്ഞു, HIZ എന്തോന്ന് പറഞ്ഞു, പിന്നെ അതിനുശേഷം പിന്നെ വെൽഡിങ് ഡിഫക്ട്സ് പറഞ്ഞു, പിന്നെ ആർക്ക് വെൽഡിങ് പറഞ്ഞു, ആർക്ക് വെൽഡിങ് പ്രോസസ്സ് പറഞ്ഞു, അതിന്റെ ഫിഗർ വരയ്ക്കണമെന്ന് പറഞ്ഞു. ഇന്നിപ്പം മെറ്റൽ ആർക്ക് വെൽഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അന്നേരം അതിന്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞു. അന്നേരം ഇത്രയും കാര്യങ്ങൾ ഞാൻ പിന്നെ നിങ്ങൾ എഴുതി എന്നെ കാണിക്കണം. ആകെ 10-15 മിനിറ്റ് മാത്രം ചിലവാകുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ കിട്ടും എന്നുള്ളത്. ഇനി ബിഗും ടിഗും കൂടെ നിങ്ങൾ സമയമുണ്ടെങ്കിലും ബിഗിന്റെയും ടിഗിന്റെയും കൂടെ ഫിഗേഴ്സ് നിങ്ങൾ വരച്ചോളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അത്രയാണെങ്കിൽ നിങ്ങൾക്കൊരു മെറ്റൽ ഇനർട്ട് ഗ്യാസും ടങ്സ്റ്റൺ ഇനർട്ട് ഗ്യാസും ബിഗും ടിഗും അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്ര ഒരു ഫുൾ ക്വസ്റ്റ്യൻ, നമുക്കൊരു 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതുകൊണ്ട് അത്രയും സാധനങ്ങൾ നമ്മുടെ ഇതിൽ കാണണം. ആകെ ഒരു 10-15-20 മിനിറ്റിന്റെ എഫേർട്ട് കൊണ്ട് യു ആർ ഗെറ്റിംഗ് എ ഫുൾ ക്വസ്റ്റ്യൻ, യു ആർ ഗോയിങ് ടു ഗെറ്റ് എ ഫുൾ ക്വസ്റ്റ്യൻ. അന്നേരം അത് ഉറപ്പാണ്. അതുകൊണ്ട് അതങ്ങനെ നിങ്ങൾ നോക്കണം അവരെ. ഓക്കെ, അത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അന്നേരം നിങ്ങൾ ഇനി അറ്റൻഡൻസ് പറയൂ.
പറഞ്ഞോളൂ. നമ്പർ 1, സർ 1%. 2, 2%. 3, 4. 4%. ഇവിടെ 3 ഉണ്ടല്ലോ. 3 ഇനിയാ 3 ഉണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല. 5, 5%. 6, 7, 7%. 8, 8%. 9, 9%, sir. 10, 10%. Sir, 11%. 12. 6% ആണ്. 6% ഞാൻ കണ്ടു. 12, 12%, sir. 13, 13%, sir. 14, 14 ഉണ്ട്. 15, sir. 16, 16. 17, 18, Present, sir. 19, Present, sir. 20, Present, sir. 21, 22, Present, sir. 23, Present, sir. 24, 25, Present, sir. 26, Present, sir. 27, 27. 28, Present, sir. 29, Present, sir. 30, Present, sir. 31, Present, sir. 32, Present, sir. 33, Present, sir. 34, Present, sir. 35, 35. 36, Present, sir. 37, Present, sir. 38, Present, sir. 39, Present, sir. 40, Present, sir. 41, 42, 43, 43. 44, 45, 46. സർ 46 വാക്സിനേഷൻ. Sir, 45%. 45%. Okay. 47, 47. 48, Present, sir. 49, 49%, sir. 50, 51, Present, sir. 52, Present, sir. 53, Present, sir. 54, 55, 55%, sir. 56, 57, Present, sir. 58, 59, Present, sir. 60, Present, sir. 61, Present, sir. 62, Present, sir. 63, Present. 64, Present, sir. 65, Present, sir. 66, Present, sir. 67, 68, Present, sir. 69, Present, sir. 70, Present, sir. Present, sir. 72, Present, sir. 73, Present, sir. 74. Present, sir. ഓക്കെ, ഇതിന്റെ ആബ്സെൻറ്റീസ് ഞാൻ പറയാം. 3, 17, 21, 50, 54, ഇപ്പൊ പുറത്തായെന്ന് പറഞ്ഞ ശരി, 54, 58 and സാർ 67. 50% ആണ്. Sir, 41. ഓക്കെ, 41 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. 41% സാർ 50 58 ഉണ്ടോ? 58 and 67. 54 ഇല്ലല്ലോ അല്ലേ? 54. ഓക്കെ, അന്നേരം ഞാൻ പറഞ്ഞ പോലെ തിങ്കളാഴ്ച